ഹലോ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. ഇന്നൊരു ചെമ്മീൻ ചോറാണ് കേട്ടോ റെഡിയാക്കി എടുക്കുന്നത്. അപ്പോൾ വളരെ കുറച്ച് ചെമ്മീനേ ഉണ്ടായിരുന്നുള്ളൂ. ഏകദേശം ഇതായി മുകളിൽ കാണുന്ന ചെമ്മീൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അത് വെച്ചിട്ടാണ് ഞാൻ ഒരു ചെമ്മീൻ ചോറ് റെഡിയാക്കി എടുക്കുന്നത്. ഏകദേശം ഒരു 200 ഗ്രാമോളം ഉണ്ടാവും. ആദ്യം നമ്മളതൊന്ന് കുക്കറിൽ ഒറ്റ വിസിലിൽ വേവിച്ചെടുക്കുന്നുണ്ട്. വെള്ളമൊന്നും അധികം ഒഴിക്കാണ്ട് ഒരു വിസിൽ വരുന്നത് വരെ ഹൈ ഫ്ലെയിമിൽ തന്നെ ഇട്ടിട്ടൊന്ന് വേവിച്ചെടുക്കുക. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിതാ കുക്കറിലേക്ക് ഒരു 200 ഗ്രാമിൻ്റെ അടുത്ത് ചെമ്മീൻ എടുത്തിട്ടുണ്ട്. പിന്നെ ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഞാനൊരു 1/2 ടീസ്പൂൺ ഉപ്പ് മാത്രമേ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുള്ളൂ. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ അളവിൽ തന്നെ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതെല്ലാം കൂടി നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്തിട്ട് ഞാനിതിൽ ഒരു 30 ml വെള്ളം കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് അടച്ച് വെച്ചിട്ട് ഒറ്റ വിസിൽ വരുന്ന വരെ മാത്രം വേവിച്ചെടുക്കാം. ഒരു ഹൈ ഫ്ലെയിമിൽ തന്നെയാണ് ഞാൻ വെക്കുന്നത്. വല്ലാണ്ട് ഇത് വേവൊന്നും വേണ്ട, നമ്മൾ ഫ്രൈ ചെയ്തെടുക്കുന്നതാണ്. അപ്പോഴേക്കും നമുക്ക് വേറൊരു മസാല റെഡിയാക്കി എടുക്കാനുണ്ട്. അതിന് വേണ്ടിയിട്ട് 1 ടീസ്പൂൺ അളവിൽ മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എരിവുള്ള മുളക് പൊടി ആയതുകൊണ്ടാണ് 1 ടീസ്പൂൺ അളവിൽ ചേർത്ത് കൊടുക്കുന്നത്. 1 ടീസ്പൂൺ അളവിൽ തന്നെ ഇഞ്ചി വെളുത്തുള്ളിയുടെ പേസ്റ്റും ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോഴേക്കും നമ്മുടെ കുക്കറിലെ ഫസ്റ്റ് വിസിൽ വന്നിട്ടുണ്ട്. ഇപ്പം നല്ല രീതിയിൽ എല്ലാ ചെമ്മീനും ഒന്ന് വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി ഈ ചെമ്മീനൊക്കെ നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള മുളക് പൊടി ഇഞ്ചി വെളുത്തുള്ളിയുടെ മിക്സിലേക്ക് ഓരോന്നായിട്ട് ചേർത്ത് കൊടുക്കണം. എന്നിട്ട് ആ ഒരു മിക്സിൽ മസാലയിൽ നല്ല രീതിയിൽ ഒന്ന് തേച്ച് പിടിപ്പിക്കണം. ഈ ചെമ്മീൻ ആ മസാല വെച്ചിട്ടൊന്ന് തേച്ച് പിടിപ്പിച്ചിട്ട് കുറച്ച് നേരം മാറ്റി വെക്കണം കേട്ടോ. അപ്പോൾ ഇതിലുള്ള വെള്ളം നമുക്ക് പിന്നെ ആവശ്യമുണ്ട്. നമ്മൾ ചോറ് വേവിക്കണ നേരത്താണ് ഈ ചെമ്മീനിലുള്ള ഈ വെള്ളം നമ്മൾ എടുക്കുന്നത്. ഇനി ചെമ്മീനൊന്ന് മുഴുവനായിട്ട് ഇതിലൊന്ന് മാരിനേറ്റ് ചെയ്തെടുക്കണം. എന്നിട്ട് കുറച്ച് നേരം റെസ്റ്റ് ചെയ്യാൻ വെക്കണം. അപ്പോഴേക്കും നമ്മുടെ മസാലകളൊക്കെ റെഡിയാക്കി എടുക്കാം. അതിന് വേണ്ടിയിട്ട് ആദ്യം ഞാനൊരു ടീസ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ശേഷം 1 ടേബിൾ സ്പൂൺ അളവിൽ ഓയിലും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇപ്പം നമ്മുടെ ചെമ്മീൻ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ട് 1/2 മണിക്കൂറായിട്ടുണ്ട്. അത് ഈ ഓയിലിട്ടിട്ട് നമുക്കൊന്ന് ഫ്രൈ ചെയ്തിട്ട് എടുക്കണം. എൻ്റെത് ഫ്രൈ ചെയ്ത് ചെറുതായിട്ടൊന്ന് കരിഞ്ഞ് പോയിട്ടുണ്ട്. അപ്പോൾ അത്രയും നേരം വെക്കണ്ട, ഒന്ന് കളറ് മാറിയാൽ തന്നെ എടുക്കാം. കാരണം നമ്മൾ ആദ്യം വേവിച്ച് വെച്ചതായതുകൊണ്ട് വല്ലാണ്ട് ഫ്രൈ ആവണ്ട. ഇനി ഈ ചെമ്മീനൊക്കെ ഇതിൽ നിന്ന് മാറ്റിയ ശേഷം ഈ ഫ്രൈ ചെയ്ത ഓയിൽ തന്നെയാണ് കേട്ടോ ഞാൻ ബാക്കിയുള്ള മസാലകൾ റെഡിയാക്കി എടുക്കുന്നത്. ഈ ഓയിലിലേക്ക് നമ്മൾ സ്പൈസസ് ചേർത്ത് കൊടുക്കാൻ പോവുകയാണ്. കറുവപ്പട്ട, ബേ ലീഫ്, പിന്നെ എല്ലാം ഓരോന്നും ഇടുന്നുള്ളൂ. 1 ഏലക്ക, പിന്നെ 1 കറാമ്പൂവാണ് ഇടുന്നത്. ഇനി ഇതിലേക്ക് നമ്മൾ ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുള്ള സവാളയാണ് ചേർത്ത് കൊടുക്കുന്നത്. 2 മീഡിയം സൈസിലുള്ള സവാള അരിഞ്ഞതാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇനി ഈ സവാളക്കൊന്ന് വാടി വരാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് നേരം ഒന്ന് അടച്ച് വെക്കുന്നുണ്ട്. അപ്പോൾ അത് നോക്കുമ്പോൾ സവാളൊക്കെ ഏകദേശം നല്ല രീതിയിൽ തന്നെ ഒന്ന് വാടി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ ഇഞ്ചി വെളുത്തുള്ളിയുടെ പേസ്റ്റ് 1 ടീസ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത് നല്ല രീതിയിൽ മിക്സ് ആക്കിയ ശേഷം ഇതിലേക്ക് ഒരു വലിയ സൈസിലുള്ള തക്കാളി ഇതുപോലെ അരിഞ്ഞതാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഒരു മാഗി ക്യൂബും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ മാഗി ക്യൂബ് ഉണ്ടെങ്കിൽ അതിൻ്റെ ഒരു ടേസ്റ്റും കൂടി കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇനി ഇതെല്ലാം കൂടി നല്ല രീതിയിൽ മിക്സ് ചെയ്തിട്ട് ഒന്ന് അടച്ച് വെച്ചിട്ട് ഇതേപോലെ ഒന്ന് വേവിച്ചെടുക്കണം. പിന്നെ ഇതിലേക്ക് മാഗി ക്യൂബ് ഇടുന്ന ഒരു കാരണം കൊണ്ടാണ് കേട്ടോ ഞാൻ ഇതിൽ ഉപ്പ് ചേർത്ത് കൊടുക്കാത്തത്. അപ്പോൾ നിങ്ങൾക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് ഉപ്പിൻ്റെ ആവശ്യമുണ്ട് എന്നുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് മല്ലിച്ചപ്പും പുതിനയും ചേർത്ത് കൊടുത്തിട്ട് നല്ല രീതിയിലൊന്ന് മിക്സ് ആക്കിയിട്ടെടുക്കാം. ഇനി ഇതിലേക്ക് ഒരു പകുതി നാരങ്ങയുടെ നീരും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതും കൂടി ചേർത്ത് നല്ല രീതിയിൽ മിക്സ് ആക്കിയ ശേഷമാണ് നമ്മളിതിലേക്കുള്ള മസാല ചേർത്ത് കൊടുക്കുന്നത്. 1/2 ടീസ്പൂൺ മുളക് പൊടിയും 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് ഇതിലേക്ക് കാര്യമായിട്ട് നമ്മൾ മസാല ചേർത്ത് കൊടുക്കുന്നത്. ആവശ്യമുണ്ടെങ്കിൽ മാത്രം ഉപ്പും ഈ സമയത്ത് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇതിലേക്ക് ജീരകശാല റൈസാണ് എടുക്കുന്നത്. അപ്പോൾ നിങ്ങൾ ബസ്മതി റൈസാണ് എടുക്കുന്നതെന്നുണ്ടെങ്കിൽ അത് ഒരു 1/2 മണിക്കൂറെങ്കിലും കുതിർത്ത് വെക്കണം. അപ്പോൾ ഇനി ഇത് നല്ല രീതിയിൽ കഴുകി വൃത്തിയാക്കിയിട്ട് ഊറ്റി വെച്ചതാണ്. ഇത് മസാലയിലേക്ക് ചേർത്തിട്ട് ഇതുപോലെ നല്ല രീതിയിലൊന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കണം. ശേഷം നമ്മൾ 1 കപ്പ് അരിക്ക് 2 കപ്പ് വെള്ളം എന്നുള്ള രീതിയിലാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടി നമ്മൾ ആദ്യം കുക്കറിൽ മാറ്റി വെച്ചിട്ടുള്ള ചെമ്മീൻ വേവിച്ച വെള്ളമുണ്ട്, അതിൻ്റെ കൂടെ മിക്സ് ആക്കിയിട്ടാണ് കേട്ടോ ഞാൻ 2 ഗ്ലാസ് എടുക്കുന്നത്. ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും ചേർത്ത് കൊടുക്കണം. ഞാൻ ഏകദേശം 2 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഉപ്പ് മുന്തി നിൽക്കുന്ന രീതിയിലാവണം നമ്മൾ ആ വെള്ളം ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കുമ്പോൾ. ഇനി ഇതുപോലെ അടച്ച് വെച്ചിട്ട് ഒന്ന് വേവിച്ചിട്ട് എടുക്കണം. പിന്നെ ഇതാ അടച്ച് കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ ഈ പരുവത്തിലായിട്ടുണ്ട്. ഇനി ഇത് ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്തിട്ട് അടച്ച് വെച്ചാൽ നമുക്കിതൊന്ന് ഡ്രൈ ആയി കിട്ടും. ഈ വെള്ളങ്ങളൊക്കെ ഒന്ന് വറ്റിയിട്ട് നല്ല ഡ്രൈ ആയിട്ട് എന്താ പറയുക
നമുക്ക് കഴിക്കാൻ പറ്റുന്ന രീതിയിലുള്ള അടിപൊളി റൈസായിട്ട് തന്നെ കിട്ടും. പിന്നെ റൈസൊക്കെ വെന്തിക്കണമെന്നും കൂടി ഒന്ന് ചെക്ക് ചെയ്യാം. ഈ ഒരു 2 കപ്പ് വെള്ളത്തിന് നല്ല രീതിയിൽ തന്നെ ഇത് വെന്ത് കിട്ടുന്നതാണ്. അപ്പോൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക, നല്ല അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ നമുക്ക് ചെമ്മീനൊക്കെ കുറച്ച് ചെമ്മീൻ കിട്ടുകയാണെന്നുണ്ടെങ്കിലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. കാരണം കുറച്ച് ചെമ്മീനും വെച്ചിട്ട് നല്ല ടേസ്റ്റിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ നെക്സ്റ്റ് വേറൊരു വീഡിയോ ആയിട്ട് കാണുമ്പോഴേക്കും ബൈ.